ഇവിടെ? എടാ മാപ്പ് പറയടാ. എന്താ ഈ കാര്യത്തിൽ ഇടപെടരുത്. എടാ മാപ്പ് പറയടാ. എടാ ഏറ്റവും വിട്ട് മാപ്പ് പറയടാ. കാര്യം പറയടോ. ഹംസക്കയുടെ കടയിൽ വെച്ച് ആരോ വയസ്സാകട്ടിന് കളിയാക്കി. സിനിമ പിടിക്കുന്നതിനെ കുറിച്ചൊക്കെ ആയിരുന്നു. എല്ലാരും ചിരിക്കുന്ന കൂട്ടത്തിൽ ഞാനും ഒന്ന് ചിരിച്ചു. അതിനാ ഇങ്ങനെ. എടാ ഇത് കൂടെ ചിരിച്ചവന്മാർക്കുള്ളതാ. നോക്ക്, ചിരിച്ചവന്മാരുടെ പോയി പറഞ്ഞേക്ക്. അവസാന ചിരിച്ചിരിക്കുന്ന ഈ വൈശാഖനായിരിക്കും. നീയൊക്കെ എന്റെ പടത്തിന് ടിക്കറ്റ് എടുക്കാൻ ക്യൂ നിൽക്കുന്ന കണ്ടിട്ടുള്ളൊരു ചിരി. നീ ഇപ്പൊ ഉള്ളി ചിരിച്ചില്ലടാ. അമ്മയാണ് ചിരിച്ചില്ല. നീ ചിരിച്ചു. മാപ്പ് ചേച്ചി, മാപ്പ് ചേട്ടാ, മാപ്പ്. കള്ളം കുടിച്ച് നാട്ടുകാരെ തല നടക്കാണോ? എന്റെ കുഞ്ഞിന്റെ ഒരു സിനിമ പിടുത്തം കാരണം ബാക്കിയുള്ളവർക്ക് സമാധാനം. എന്നെ പറഞ്ഞാൽ ഞാൻ സഹിക്കും, നിന്നെ പറഞ്ഞാലും സഹിക്കും. പക്ഷെ വൈശാഖ സാറിനെ പറ്റി ആരെങ്കിലും പറഞ്ഞോണ്ടല്ലോ, ആര് വേണമെങ്കിലും തല്ല. സാറിനെ കളിയാക്കുന്നവര് ഓടിച്ചിട്ടതല്ല. സാറിന്റെ സിനിമയിൽ ഒരു ചാൻസ് തന്നാ മതി, ഒരു ഡയലോഗ്. സിനിമയ്ക്ക് വേണ്ടിയാ നാടകത്തിൽ നിന്ന് മാറി. ഇപ്പൊ നാടകവും ഇല്ല, സിനിമയില്ല. ദിവസം 3-4 നാടകം കളിച്ചോണ്ടിരുന്ന ആളാ. നല്ല നടന്റെ ഒരു ഗതികേട്. സിനിമ കിട്ടുവടേ, വൈശാഖ സാറിന്റെ സിനിമ. അതിൽ ഒരു ഡയലോഗ് ആരായിട്ട് ഞാൻ അഭിനയിക്കും സാർ. പിച്ചക്കാരൻ മുതലാളി, വില്ലൻ, നായകൻ, മണ്ടിപ്പള്ളി, പ്രേം നസീർ, സോമൻ, തിരുമേനി, ജയൻ, പോയേ. ഒന്ന് വന്നേ മനുഷ്യ ഇങ്ങോട്ട്. അല്ല സാറേ, ആ പ്രൊഡ്യൂസർ ഒന്ന് തല്ലിയാല പേടിപ്പിച്ച് നമുക്ക് സിനിമ എടുക്കാം. അതിലൊന്നും കയറി തലയിടരുത്, പറഞ്ഞേക്കാം. മോനെ, ആ ജയനെ ഒന്നോടൊന്ന് കാണിക്കാവോ? ഒന്ന് പോടോ മനുഷ്യ. ഇനിയും എന്തൊക്കെയാണോ കാണ്ടി വരിക? വൈശാഖ മൂരാച്ചി, വെള്ളാനകളുടെ നേതാവ്, രാജിവെക്കു പുറത്തു പോകൂ, രാജിവെക്കു പുറത്തു പോകൂ. നിക്ക്. എങ്ങോട്ടാ? എന്താ പ്രശ്നം? എന്താ പ്രശ്നം? വായിച്ചു നോക്ക്. ഓഫീസിൽ കൃത്യമായി എത്താത്ത ജീവനക്കാരെ പിരിച്ചുവിടുക. കേരളത്തിലെ ചലച്ചിത്ര സമൂഹം നിങ്ങളെ പൊറുക്കില്ല. ചലച്ചിത്ര സമൂഹം തന്നോടായിരിക്കും പൊറുക്കാത്തത്. എന്തായി കാണിക്കുന്നത്? എന്ത് പോക്കിരിത്തരമാണ് കാണിക്കുന്നത്? മാറിയെന്ന് സാർ, പോലീസിനെ വിളിക്കണം സാർ, പോലീസിനെ വിളിക്കണം. സാർ, ഞാൻ SPPയുടെ മണ്ഡലം പ്രസിഡന്റാണ്. സാറിനെ ഞങ്ങൾക്ക് മതിപ്പാ. ഗവൺമെന്റ് ഓഫീസുകളിലെ അഴിമതിക്കും അക്രമത്തിനുമെതിരെ ഞങ്ങൾ നടത്തുന്ന പ്രക്ഷോഭം സാറ് കേട്ട് കാണുമല്ലോ. മെഡിക്കൽ കോളേജിലെ കൈക്കൂലിക്കാരനായ ഡോക്ടർക്ക് ചെരുപ്പുമാല ഇട്ടത് ഈ ഞങ്ങളാ. ഇയാളെ കുറിച്ച് ഞങ്ങൾക്ക് പരാതി കിട്ടിയിട്ടുണ്ട്. ഇയാളെ ഈ ഓഫീസിൽ മാത്രമല്ല, ഇയാളെ വീട്ടിൽ ഞങ്ങൾ വിക്കറ്റ്. താനൊന്നും ഉണ്ടായിരുന്നേ. പ്ലീസ് നിങ്ങൾ വരൂ. വാ, താനും വാ, നടക്ക. വൈശാഖ, വടി കൊടുത്ത് വാങ്ങിച്ച അടിയത്. എടോ, ചാനലുകാരും പത്രക്കാരും ഒക്കെ അറിഞ്ഞാലത്തെ സ്ഥിതി താനൊന്ന് ആലോചിച്ച് നോക്ക്. താൻ ചെരുപ്പുമാല ഇട്ടുകൊണ്ട് നിൽക്കുന്നത് ലോകം മുഴുവനും കാണും. പിന്നെ എങ്ങനെയാടോ തനിക്കൊരു സിനിമ കിട്ടുക? ഞാനൊരു ഓപ്ഷൻ വെക്കാം. താനൊരു 5 വർഷത്തേക്ക് ലീവ് എടുക്കുക. ലീവ് വിത്തൗട്ട് അലവൻസ്. അതായത് ലീവ് ഫോർ ബെറ്റർ എംപ്ലോയ്മെന്റ് വിത്തിൻ ദ കൺട്രി. അങ്ങനെയാവുമ്പോൾ തനിക്ക് സിനിമയിൽ കൂടുതൽ ശ്രദ്ധിക്കുകയും ചെയ്യാം. ചെരുപ്പൊട്ട് ദേഹത്ത് വീഴുകയില്ല. ലീവ് ആയാലും ശരി, രാജിയായാലും ശരി, ഇയാൾ കുറെ കാലം ഈ ഓഫീസിൽ ഉണ്ടാകാൻ പാടില്ല. ഞങ്ങൾക്ക് അത്രയേ ഉള്ളൂ. അച്ഛൻ്റെ ആഗ്രഹത്തെക്കുറിച്ചായിരിക്കും ആലോചിക്കുന്നത്. അച്ഛൻ്റെ ആത്മാവിനെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം. സിറ്റുവേഷൻ അറിയുമ്പോൾ മകൻ ലീവ് എടുത്തതിൽ അദ്ദേഹം സന്തോഷിക്കും. അതല്ല, ജോലിയിൽ തുടരാനാണ് പോവെങ്കിൽ ഞങ്ങൾക്ക് ജോലിയാകും. ദാ, ലീവ് ഫോം റെഡിയാണ്. താൻ ഇതിൻ്റെ അടിയിലൊന്ന് ഒപ്പിട്ട് തന്നാൽ മതി. ഫില്ലപ്പ് ചെയ്യുന്ന കാര്യം ഞാൻ ഏറ്റു. ഉടനെ സാങ്ഷൻ ആയിക്കോളാം. അല്ല സാർ, ലീവ് എടുത്ത് നിന്നിട്ടും പ്രൊഡ്യൂസറെ കിട്ടിയില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യാം സാർ? ഓഫീസ് കാര്യങ്ങൾ തനിക്കറിയാമല്ലോ. ഓ, അതറിയാമായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു അവസ്ഥ വരില്ലായിരുന്നല്ലോ. എടോ, 5 വർഷത്തേക്ക് ലീവ് എടുത്താലും എപ്പോൾ വേണേലും ലീവ് ക്യാൻസൽ ചെയ്ത് റീജോയിൻ ചെയ്യാം. വൈശാഖൻ ഒപ്പിട്. ലീവ് എടുത്തില്ലെങ്കിലും സസ്പെൻഷൻ ഉറപ്പാ. അങ്ങനെ തന്നെ.
ആ, 2 വെച്ച് കൊടുക്കടാ വാസു. ആയിക്കോട്ടെ. ഇന്നാണ് ഈ ഓഫീസിന് സ്വാതന്ത്ര്യം ഉണ്ടായത്. PSC ലിസ്റ്റ് ഇല്ലാത്ത കാരണം വേക്കൻസി എംപ്ലോയ്മെന്റിൽ നിന്നായിരിക്കണം ഫില്ല് ചെയ്യേണ്ടത് അല്ലേ സർ? ആ, ഇന്ന് തന്നെ എംപ്ലോയ്മെന്റ് റിപ്പോർട്ട് ചെയ്യണം. താൽക്കാലികക്കാരനായി വരാൻ പോകുന്നവൻ കലാകാരനോ സിനിമാക്കാരനോ ആകാതിരുന്നാ മതി എന്റെ ഭഗവാനെ. ഒരു കഥ എന്തിനാ ഇത്ര പേടിക്കുന്നത്? 7ാമത്തെയും 12ാമത്തെ സീനുകൾ ഞാൻ മാറ്റി എഴുതിയിട്ടുണ്ട്. അച്ഛൻ ഒന്ന് കേൾക്കണം. സീനുകൾക്ക് മാറ്റമുണ്ടെന്നല്ലാതെ തന്റെ കഥയിൽ ജീവിതമില്ല, ചിന്തയില്ല. ഒരാൾക്കുള്ളതല്ലേ ഉൾപ്പെടുത്താൻ പറ്റും സാർ. ഇന്റർവെൽ വരെ അച്ഛനെ ഒന്ന് കേട്ടു. ഇതെന്നാ കഷ്ടമാ എന്റെ കർത്താവ്. ഇവിടെ വൈശാഖന്റെ സ്വഭാവം മാറ്റരുത് കേട്ടോ. താനിത് മറ്റേതെങ്കിലും പ്രൊഡ്യൂസർക്ക് കൊടുക്കാം. അവരും കൂടെ ഒന്ന് അനുഭവിക്കട്ടെ. വിട്ടോ വിട്ടോ വിട്ടോ. എന്നതാടോ അച്ചായ, ഞാൻ ഈ പടത്തിന് വേണ്ടി ലീവ് എടുത്ത് നിൽക്കുക. ഞാൻ ഒരു നല്ല പടത്തിനു വേണ്ടി കാത്തിരിക്കുക. 5 or 10 വർഷം വെയിറ്റ് ചെയ്യേണ്ടി വന്നാൽ ഒരു തല്ലിപ്പൊളി കഥയ്ക്ക് ഞാൻ തലവെച്ച് കൊടുക്കുകയല്ല. ദയവ് ചെയ്ത് കഥ പറയാൻ എൻ്റെ അടുത്ത് വരരുത്. വിശക്കുന്നേ വല്ലതും കഴിച്ചേച്ചും പോ. വിട്ടോ വിട്ടോ. അച്ചായ, അച്ചായ, എന്റെ കൈ സ്ക്രിപ്റ്റ്. അച്ചായ പ്ലീസ്. അച്ചായ, അച്ചായ പോകല്ലേ അച്ചായ. അച്ചായ പ്ലീസ്. ആരാ ആരാ അങ്ങനെ അങ്ങ് പോയാലോ? എന്നാ വേണോ? ഈ നിൽക്കുന്ന വൈശാഖ സാർ ആരാണെന്നറിയാവോ? മിണ്ടരുത് അച്ചായ, ഇതൊരു വട്ട് കേസാ. പെട്ടെന്ന് വിട്ടോ. കേറി പോടാ, കേറി പോടാ, കേറി പോടാ. ഓക്കേ, ബൈ ബൈ. തന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ വീടിന് പുറത്ത് വന്ന് അഭ്യാസം കാണിക്കരുത്. പോടോ. എന്ത് കൂവാ? അതെ, സാറിനൊരു പ്രശ്നം വരുന്നിടത്തൊക്കെ ഞാൻ വരണ്ടേ? ഒന്ന് പോടോ. അങ്ങോട്ടല്ല സാറേ, നമുക്കൊരു കാര്യം ചെയ്താലോ? ബുദ്ധി ഉറയ്ക്കാത്ത മറ്റേതെങ്കിലും നിർമ്മാതാവിനോട് ഈ കഥ പറഞ്ഞാലോ? വേണ്ട. എടാ അച്ഛൻ എൻ്റെ കയ്യിൽ സൂപ്പർ സ്റ്റാറിന്റെ ഡേറ്റ് ഉണ്ട്, പിന്നെ കുറച്ച് മനുഷ്യത്വമുണ്ട്. എന്തായാലും അച്ഛൻ വിചാരിച്ചാലേ ഞാൻ രക്ഷപ്പെടും. നിർത്തന്റെ പ്രിയദർശന പിള്ളേ. വൈശാഖ സാറ് യുഗാന്തരങ്ങളായിട്ട് അനക്കാതെ വെച്ചിരുന്ന അമൂല്യ നിധികളാവാ. സൂക്ഷിച്ചു നിക്കണേ, പാമ്പുലിയൊക്കെ കാണും അവിടെ. പറയുമ്പോ വിഷമം തോന്നരുത് കേട്ടോ. നിങ്ങളൊക്കെ സമ്മതിക്കണം. ഓരോരുത്തർ തന്ന അപേക്ഷകളാണേ ഇതുപോലെ കെട്ടിക്കിടക്കുന്നത്. ഇന്നത്തെ ഉച്ചറക്കം പോയി. എന്റെ നാട്ടിലെ ഒരാൾ ആത്മഹത്യ ചെയ്തു, ഒരു സദാശിവം പിള്ള. കാരണം എന്നാന്നറിയോ? പ്രതീക്ഷിച്ച സമയത്ത് കാർഷിക ലോൺ പാസ്സായില്ല. ആണ്ടെ പല്ലിമുട്ട സൂക്ഷിക്കണം, പാമ്പിന്റെ മുട്ടയെ കാണും. അപ്പോ സദാശിവം പിള്ള ആത്മഹത്യ ചെയ്തു. കടക്കാരെല്ലാം കൂടി വീട് വളയുന്നായപ്പോഴാ പുള്ളിക്കാരൻ കയറെടുക്കേണ്ടി വന്നതേ. ഇതുപോലൊരു ഓഫീസില് ഇതുപോലെ ഫയലൊക്കെ കെട്ടിവെച്ചിരുന്നോണ്ടാ പുള്ളി ആത്മഹത്യ ചെയ്തതേ. എന്ന് വെച്ച ഒരു ക്ലാർക്ക് വിചാരിച്ച ഒരാളെ കൊല്ലാനും ഒരു കുടുംബത്തെ വഴിയാധാരാക്കാനൊക്കെ പറ്റും ഇല്ലയോ സാറേ? പിന്നെ ഈ പറഞ്ഞ സദാശിവം പിള്ള എൻ്റെ അച്ഛനാ കേട്ടോ. ആരാ? അത് ഞാൻ ചോദിക്കേണ്ട ചോദ്യോ? എന്റെ റൂമിൽ കടന്നു വന്നിട്ട് എന്നോട് ഞാൻ ആരാണെന്ന് നീ ആരാ? ഞാൻ പ്രിയൻ. ആർക്ക് പ്രിയൻ? അല്ല പറഞ്ഞില്ലായിരുന്നു ഞാൻ ഇവിടെ താമസിക്കാമെന്ന്. ഓ, എന്റെ റൂം ഷെയർ ചെയ്യാൻ വന്നാണ്. വാസു വിളിച്ച് പറഞ്ഞിരുന്നു. ആഹാ, അടുക്കള സമയത്താണ് നാട്ടിൽ നിന്ന് വന്നത്. ഓക്കെ പ്രിയ, ഞാൻ കണ്ണപ്പൻ, സീനിയർ സൂപ്രണ്ട്, വകുപ്പ് തൊഴിൽ. പറഞ്ഞായിരുന്നു. ചേട്ടായിക്ക് കഞ്ഞിയും തോരനും പപ്പടമൊക്കെ എടുക്കട്ടോ? നോ നോ നോ, പപ്പടക്ക് കഴിക്കാൻ പറ്റൂല. വെളിച്ചെണ്ണേ കൊളസ്ട്രോൾ 300 കഴിഞ്ഞു. കഞ്ഞി പാടില്ല, ഷുഗറാ. അച്ചാറും പറ്റില്ല, BP ഉള്ളതാണേ. ഇതാണ് ഇപ്പോഴത്തെ എന്റെ മെനു. ഒരു ശരാശരി മലയാളിക്ക് ഇപ്പൊ നേരെ പോയി ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. കണ്ടിട്ടില്ലേ? കല്യാണ സദ്യക്ക് ആക്രാന്തത്തോടെ തള്ളിക്കേറും. എന്തിനാ ഓരോന്ന് വിളമ്പുമ്പോ വേണ്ട വേണ്ട എന്ന് പറയാനാ? അസുഖമാണേ. അപ്പോ ചേട്ടായി ഒന്നും കഴിക്കാറില്ലയോ? ഒന്നും കഴിക്കാതിരിക്കാനും പറ്റില്ല, അൾസർ അടിക്കും. അതുകൊണ്ട് കിടക്കുന്നതിന് മുമ്പ് ഇതും കഴിക്കും. അപ്പോ കല്യാണം കഴിച്ചാന്നോ? അതും കഴിച്ചിട്ടില്ല. ഇതൊന്ന് കഴിച്ചോട്ടെ. കല്യാണക്കാരും പറയുമ്പോ പ്രഷർ കൂടും. ലേബർ വകുപ്പിൽ LDC ആയി കയറിയപ്പോ വിവാഹാലോചനകൾ വന്നതാ. സർക്കാർ ഉദ്യോഗസ്ഥനാണല്ലോ, വിവാഹ മാർക്കറ്റിൽ ഡിമാൻഡ്. 50 പവനും വീട് കാറും ഓഫർ വന്നു. അപ്പൊ എന്റെ അമ്മ മക്കളെ കണ്ണപ്പ, LD ക്ലാർക്കിന് ഇത്രയും റേറ്റ് ആണെങ്കിൽ കുറച്ചുകൂടി വെയിറ്റ് ചെയ്ത് UD ക്ലാർക്ക് ആയാൽ നല്ല ഓഫർ വരില്ലെന്ന്
ഞാൻ 5 വർഷം വെയിറ്റ് ചെയ്തു. വയസ്സ് 35. UDC ആയി ആലോചന വന്നു. അപ്പം അമ്മ പറഞ്ഞു, മകളെ കണ്ണപ്പ ഹെഡ് ക്ലാർക്കായിട്ട് പോരെയെന്ന്. വെയിറ്റ് ചെയ്തു. 40-ാം വയസ്സിൽ ഹെഡ് ക്ലാർക്കായി. 45 ജൂനിയർ സൂപ്രണ്ട്, 50 സീനിയർ സൂപ്രണ്ട്, ഇപ്പൊ 52 നടപ്പ്. അമ്മ പറയുന്നതേ 54 AEOവും. അപ്പൊ നല്ല സ്വീകരണം കിട്ടുമെന്നാ. ജാതകത്തിൽ കാണുന്നത് അമ്മ അടുത്ത വർഷം നാട് നീങ്ങുന്ന. അങ്ങനെയാണെങ്കിൽ റിട്ടയറിന് മുമ്പ് ഞാൻ കെട്ട് കെട്ടും. അതിരിക്കട്ടെ, നിന്റെ കെട്ട് കഴിഞ്ഞോ അതോ പുററിഞ്ഞ് നിൽക്കുകയാണോ? അമ്മയുണ്ടെങ്കിൽ ആദ്യം തട്ട്, എന്നിട്ട് സ്ത്രീധനം വാങ്ങി ഒരുത്തിയെ കെട്ട്. സുന്ദരിയും സുശീലിയുമായ ഒരുത്തിയെ നോക്കടോ. എനിക്ക് സന്തോഷം ഒന്നും അറിഞ്ഞിട്ടില്ലാത്തൊരു പെങ്കൊച്ചിനെ മതിയെന്നേ. എങ്ങനെ സന്തോഷം? സന്തോഷം അറിയാത്ത പെങ്കൊച്ചെന്ന് പറഞ്ഞാൽ അത് എന്നാ പറയണ്ടേ. എന്നെ കൂടി ആയിരിക്കണം അവളെല്ലാ സന്തോഷങ്ങളും അറിയേണ്ടത്. കുറച്ച് കഷ്ടപ്പാടും പ്രയാസത്തിലൊക്കെ വളരുന്ന പെങ്കൊച്ചായിരിക്കണം. അങ്ങനെയുള്ളൊരു പെങ്കൊച്ചിന് ജീവിതം കൊടുക്കുമ്പോൾ അതൊരു സുഖം. ഇതൊരു അസുഖം, ഗുളിക വിഴുങ്ങണം എന്ന് വെച്ച് കാശുകാരി പെമ്പിള്ളേർ മോശമൊന്നല്ല കേട്ടോ. എനിക്ക് ശരിയാകുകയല്ല, അത്രേ ഉള്ളൂ. ഞാൻ വാങ്ങുന്ന ശമ്പളം അല്പം മിച്ചം പിടിച്ചൊക്കെ ചിലവാക്കുന്നവളായിരിക്കണം എൻ്റെ ഭാര്യ. ആഴ്ചയിലൊരിക്കൽ അവളുമായിട്ട് എനിക്ക് തോനക്കാടി ചന്തയിലൊക്കെ ഒന്ന് പോകണം. എൻ്റെ കാശുകൊണ്ട് അവൾക്ക് വളയും മാലയൊക്കെ മേടിച്ചു കൊടുക്കണം. ഞാൻ വാങ്ങിക്കൊടുക്കുന്ന വസ്ത്രങ്ങളായിരിക്കണം അവൾ ജീവിതത്തിൽ കണ്ടിട്ടുള്ള ഏറ്റവും വില കൂടിയ വസ്ത്രങ്ങൾ. എങ്ങനെ? ഭാഗ്യം പിറന്നൊരു പെൺകുട്ടി നിനക്ക് വേണ്ടി എവിടെയോ കാത്തിരിപ്പുണ്ട്. ഏറ്റവും കൂടുതൽ വൃത്തിയോടുള്ള സ്ഥലമാണ് ഇപ്പൊ ഏറ്റവും വലിയ സിറ്റി. എന്താ? അല്ല, ഇങ്ങനെ റോഡിലേക്ക് വേസ്റ്റ് എടുത്ത് എറിയുന്നവരാ ശരിക്കുള്ള വേസ്റ്റ് എന്ന് പറയുമായിരുന്നു. തോന്നിക്കാടാണ് കൊള്ളാലോ. തോന്നിക്കാടോ? ഈ താലൂക്ക് ഓഫീസിലേക്കുള്ള ബസ്. ഏയ്, നമ്മളിന്ന് രാവിലെ കണ്ടല്ലായിരുന്നോ? ഒരു വ്യത്യാസം കേട്ടോ. കണ്ട വേലക്കാരത്തി ഒന്നും പറയത്തില്ല. അല്ല, ഞാൻ ഈ ഡ്രസ്സിങ്ങിലൊക്കെ കുറച്ച് ശ്രദ്ധിക്കേ. ആണോ? ഞാനും അങ്ങനെ തന്നെ. നമ്മൾ അധ്വാനിക്കുന്നവരുടെ ആയുധം എന്ന് പറയുന്നത് ശരീരമാണ്. അപ്പൊ കൊള്ളാവുന്ന ഡ്രസ്സ് ധരിക്കുന്നത് ആ ശരീരത്തെ ബഹുമാനിക്കുന്നതിന് തുല്യമില്ല. ആർഭാടാകരുത് കേട്ടോ. പക്ഷെ ഇത് നല്ലതാ. എന്തിനാ അച്ഛൻ അമ്മ ഉപേക്ഷിച്ചു പോയ? അച്ഛനോ? ആ, പറഞ്ഞല്ലായിരുന്നോ? ഓ, അച്ഛൻ അമ്മയെ ഉപേക്ഷിച്ചു പോയത് മദ്യപാനം. അടുത്ത മദ്യപാനിയായിരുന്നു. ശരിയാ. ഈ ചത്തെടുത്തും പെറ്റെടുത്തും ഇപ്പൊ മുംബൈ നിൽക്കുന്ന മദ്യോ. എന്റെ അച്ഛൻ പോയത് അങ്ങനെ നല്ല വെള്ളോടിക്കാരനായിരുന്നു. നമ്മള് തമ്മിൽ ഭയങ്കര സാമ്യം ഉണ്ടല്ലോ. ഇപ്പൊ എങ്ങോട്ടാ പോകുന്നത്? കോളേജിലേക്ക്. കോളേജിലേക്കോ? അല്ല, കോളേജില് സാറിന്റെ മോള് രേവതിക്ക് ഇതൊക്കെ കൊടുക്കണം. കാശാരങ്ങനെയാണല്ലോ, ലഞ്ചും മറ്റും ജോലിക്കാരോണ്ട് കൊടുക്കണം. അതിപ്പോ എന്നതിനാ ഇത്ര വലിയ നിരാശയായിട്ടൊക്കെ പറയുന്നത്? അത് നമ്മളൊരു ജോലി ചെയ്യുമ്പോൾ സന്തോഷത്തോടു കൂടി അങ്ങ് ചെയ്യണമെന്നേ. എവിടെ കോളേജ്? എവിടെ? ഇവിടെ ഈ മാധവപുരത്ത്. ഏയ്, നമ്മുടെ താലൂക്ക് ഓഫീസ് കഴിഞ്ഞിട്ടല്ലേ? അവിടെ തന്നെ. താലൂക്ക് ഓഫീസ് വഴിയല്ലേ? അയ്യോ, കേറില്ല. അല്ല, ഇത് ആ വഴിയാന്നേ. വരാടോ പോയി. ഇയാൾ കിടന്ന് പോവാ. ആന്നേ. ഞാനും 2 മാസം ബസ്സിലെ കിളിയായിരുന്നു. പക്ഷെ സ്ത്രീകൾ കയറുമ്പോൾ ഇതേ കണക്ക് പോസ്റ്റ് ഇട്ട പോലെ നിൽക്കുകയില്ലായിരുന്നു. ചേട്ടാ, 2 ടിക്കറ്റ്. ഒരു താലൂക്ക് ഓഫീസ്, മാധവൂര്. ഒരു മാധവൂര്. ഹലോ, എന്നാ പേരെന്നാ? രാധാകൃഷ്ണൻ. അല്ലാതെ രാധാന്നല്ലല്ലോ. ഇതേ സ്ത്രീകളുടെ സീറ്റാ. സ്ത്രീകൾ ഇതുപോലെ നിൽക്കുമ്പോഴാണോ ഇതുപോലെ പുരുഷന്മാരെ കയറിയിരിക്കുന്നത്? എണീറ്റ്. താൻ അവിടെ ഇരിക്കൂ. പിന്നെ വേണ്ട, നീ ഒന്നും വരുന്നേ. ഇതേ നിയമങ്ങൾ അനുസരിക്കാൻ തന്നെ ഉള്ളതാ. എവിടെയെങ്കിലും മൂത്രമൊഴിക്കാൻ പാടില്ലെന്നുള്ള ബോർഡ് ഉണ്ടെങ്കിൽ അവിടെ മൂത്രമൊഴിക്കുന്ന പാർട്ടികളാ. ഒന്ന് പതുക്കെ പാടും. ഇതുപോലെ പതുങ്ങി നിൽക്കുന്നോണ്ടാ അമ്മ പെങ്ങന്മാർ ഇതുപോലെ നിൽക്കേണ്ടി വരുന്നത്. അതെ, ഞങ്ങളുടെ നാട്ടിലൊരുത്തരുണ്ട്. എന്റെ നാട് തോനക്കാടാ. ഒരു ഫിലിപ്പ്. ആകാശത്തിന് താഴെ അവൻ മാത്രമേ ഉള്ളൂ അവന്റെ വിചാരം. വായി തോന്നി എന്തും വിളിച്ചു പറയും. പെണ്ണുങ്ങളെ നോക്കിയേ, വഴി നടക്കാൻ സമ്മതിക്കുകയല്ല. അവസാനം ഞാനും കിഴക്കേതിലെ ജ്യോതിയും പ്രകാശനും കൂടി അവൻ അങ്ങ് ഒതുക്കാന്ന് വിചാരിച്ചു. പറഞ്ഞില്ലല്ലോ, പ്രകാശൻ അപ്പം മിലിറ്ററിയില്ല. അങ്ങനെ ഞാനും ജ്യോതിയും പ്രകാശൻ. പൊന്നു സഹോദര, ഞാൻ തോറ്റു. ഇതെന്താ റേഡിയോ ആണോ? ഇതിലും ഭേദം നിൽക്കണം. ഇങ്ങോട്ട് എന്റെ അമ്മോ, ഇനി ചേച്ചി പോയിരുന്നോളൂ. സ്ഥലം ഉണ്ടല്ലോ. കറക്റ്റ് സീറ്റ്. അതാ നല്ലത്.
പുതുമോടിയാണല്ലേ? ഹലോ, ഞാനും ആ സമയത്ത് ഇങ്ങനെയൊക്കെ ആയിരുന്നു. ബഹളം വെച്ച് ഭാര്യയ്ക്ക് സീറ്റൊക്കെ പിടിച്ചു കൊടുക്കും. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. അതന്ന്. ഇപ്പൊ ഞാണ്ടല്ലോ എവിടെങ്കിലും പോയി ഇരിക്കാൻ പറയും. കല്യാണം കടുപ്പം തന്നെ സ്വാമിയേ.